യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മർത്ത ഓടിച്ചെല്ലുകയാണ്. പണ്ട് ഈ യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ മർത്തയെ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ട്. മർത്ത, നീ പലതിനെക്കുറിച്ച് മുലുകണ്ടാകുലയും അസ്വസ്ഥയുമാണ്. നീ നല്ല കാര്യം തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഉപദേശിക്കുന്നൊരു വാക്ക് യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും യേശു വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ വേദനകളോ അല്ലെങ്കിൽ അന്ന് ആ തിരുത്തിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വീണ്ടും മർത്ത ഓടിച്ചെല്ലുകയാണ്. നമ്മുടെ മർത്തയുടെ ജീവിതത്തിൽ നിന്നൊരു കാര്യം പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ വൈരാഗ്യം ഉള്ളിൽ വെച്ച് കാത്തു നിൽക്കുന്നവരായിരിക്കും. ആ വ്യക്തിയെ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ മുഖം തിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുക എന്തെങ്കിലും ഒരു കുണിച്ചത്തിൻ്റെ വാക്ക് നമ്മൾ പറയുന്ന വ്യക്തികളായിരിക്കും. എന്തെങ്കിലും തോണ്ടുന്നൊരു വാക്കെങ്കിലും നമ്മൾ പറയും. എന്നാൽ മർത്ത അങ്ങനെയൊന്നല്ല പറയുന്നത്. മർത്തതേ ശാന്തമായിട്ട് ഓടിച്ചെല്ലുക യേശുവിനെ സ്വീകരിക്കാൻ. മർത്തയും നമ്മൾ തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കുകയും നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് പറ്റാറില്ല എന്നുള്ളത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ വ്യക്തി എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക. വാക്കിലല്ലെങ്കിൽ കളിയാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ പറഞ്ഞ് മറ്റുള്ളവൻ്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും ചവിട്ടിത്താത്താൻ പറ്റുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ കുറവല്ലേ പറഞ്ഞത്. യേശു മർത്തയോട് പറഞ്ഞത്, മർത്ത, നീ പലതിനെക്കുറിച്ച് ഇങ്ങനെ ഉത്കണ്ഠകുലായി നടക്കുക, അത്രയേ ഉള്ളൂ. അതോടുകൂടി അവസാനിച്ചെന്നല്ല, പിന്നെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുക. ഈ വൈരാഗ്യം കൊണ്ടു നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. മർത്ത അങ്ങനെ വൈരാഗ്യം കൊണ്ടു നടന്നില്ല. മർത്ത മറക്കുകയാണ്. മറക്കാൻ ചില കാര്യങ്ങളൊക്കെ എന്നെ തിരുത്തിയത് അല്ലെങ്കിൽ ചില വാക്കുകൾ മറന്നുകൊണ്ട് ആ വ്യക്തിയെ വീണ്ടും സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. മർത്തയ്ക്ക് അത് സാധിച്ചു. നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇത് സാധിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ തോണ്ടാൻ വേണ്ടി നിൽക്കുക, കാത്തിരിക്കുക, മറ്റുള്ളവൻ വീഴാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ആ കണ്ണുനീര് കാണാൻ വേണ്ടി. അതിനു വേണ്ടി നമ്മുടെ ഉള്ളിലൊക്കെ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ വ്യക്തി വീഴാൻ വേണ്ടി നല്ല ആഗ്രഹമുണ്ട്. ആ വ്യക്തി എങ്ങനെയെങ്കിലും ഒന്ന് മുറിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വാക്കുകൾ ഉച്ചരിക്കുന്നു. അതുകൊണ്ട് ധ്യാനിക്കാം. മർത്തയെ പോലെ മറന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാം.